ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച് കാണാനായിട്ട്. എൻ്റെ കൂടെ ഒരാളുടെ ഉണ്ട്. ഇതാണ് എൻ്റെ സ്വന്തം മാമ. അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ച് കാണിക്കാൻ വിളിച്ച് ഒരു നാട്ടിൽ നിന്ന് വന്ന മാമ. അപ്പോൾ ഞാൻ വിളിച്ചിരുന്ന കോഴിക്കോട് ബീച്ച് കാണിക്കാം എന്ന് അല്ലേ, കാണാൻ പോലെ നമുക്ക് അവിടെ എത്തി കാണാം. ഓക്കെ, ഹലോ ഗായ്സ്, അങ്ങനെ ഒരു സ്ഥലത്തും കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് പോയില്ല ഗായ്സ്. അത്രയും തിരക്ക് ഗായ്സ്. ഇപ്പൊ ഞങ്ങൾ എവിടെയോ കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എത്രയോ ബീച്ചിലാണ് നടക്കണം അങ്ങോട്ടേക്ക്. ഇനി അങ്ങനെ ഗൈസ് കുറേ പരിപാടി നടക്കുന്നുണ്ട് അവിടെ. ബസ് ഞാൻ കൊണ്ടുവന്ന അമ്മാമ്മേനും അമ്മേനും കാണാൻ ഗൈസ് ഒരെങ്ങോട്ടോ പോയിട്ടുണ്ട്. ഓരോടത്തേക്ക് പോകുക ഗൈസ്. ഓരിപ്പോൾ ബീച്ചിലോടെ ഇരിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അവിടെ നല്ല തിരക്കായതുകൊണ്ട് അവരെ കൊണ്ട് കൊണ്ടുപോകാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. വേറെ അവിടത്തെ കാണാം. അങ്ങനെ തപ്പി ലാസ്റ്റ് കണ്ടുമുട്ടി ഗൈസ്. കോഴിക്കോടിൻ്റെ വികാരമായ നമ്മൾ ഐശ്വര്യതി വേണം പോലെ അമ്മാമ്മക്ക് വാങ്ങി കൊടുക്കാം. ഐശ്വര്യതി അവിടെയുള്ള അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളൂല്ലേ? കിടിലല്ലേ? ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞു. കുറച്ച് ബീച്ചിലൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? അടിപൊളിയല്ലേ? അപ്പം അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അടുത്ത വീഡിയോ കാണാം.